ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോജ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഷവർമയാണ്. ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ഷവർമയല്ല, ഈ കുബൂസിൻ്റെ ഉള്ളിൽ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് റെഡിയാക്കുന്ന പോക്കറ്റ് ഷവർമയാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആയാലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുബൂസ് വേണം. ഒരു 4-5 കുബൂസ് വേണ്ടി വരും. ഇത് ഒന്നുകിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചാലും മതി. ഇനി ഒരു പാനിൽ ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ചിക്കൻ പാനിലോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു വലിയ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ, ഒരു 1-2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഒലിവ് ഓയിൽ ആയാലും മതി. നല്ലതായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇത് എണ്ണയിലിട്ട് ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും, അതിനകത്തുനിന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ ബോൺലെസ് ചിക്കനാണ്, വളരെ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വേവും. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ചെറുതായിട്ട് എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ വെന്തു. ഇതിനകത്ത് വരുന്ന വെള്ളമൊക്കെ വറ്റി അത് ഇതുപോലെ നല്ല ഡ്രൈ ആയി വരണം. ചിക്കൻ വേവും വേണം. ഒരു മാക്സിമം 10 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, ചൂട് കുറച്ചൊന്ന് മാറാനായിട്ട് വെക്കാം. ഇനി അടുത്ത ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൗളിൽ ഒരു ക്യാരറ്റ്, 1-2 ക്യാരറ്റ് എടുക്കാം. ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു സാലഡ് കുക്കുംബറിൻ്റെ പകുതി, കക്കിരിക്ക എന്ന് പറയില്ലേ, അതിൻ്റെ പകുതിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ കുബൂസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഫില്ലിങ്ങിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മയണൈസ് ആണ്. മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി. ഒരു 3 വലിയ സ്പൂൺ മയണൈസ് മതിയാവും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളൊരു അളവിൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. ഇനി ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ലാസ്റ്റ് ഇതിനകത്ത് ഒരല്പം നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഫില്ലിങ് റെഡി. പിന്നെ നമുക്കിത് കുബൂസിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ സൈസിലുള്ള കുബൂസാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു കുബൂസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും. കുബൂസ് അറിയാമല്ലോ, നന്നായിട്ട് ഇങ്ങനെ കുമള പോലെ പൊങ്ങി വരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാവും. അതിനകത്തോട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എത്ര കുബൂസിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ് ആവശ്യം വരും കേട്ടോ. ചെറിയ കുബൂസ് ആയതുകൊണ്ട് എനിക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ഷവർമയൊക്കെ ഇത്ര ഫില്ലിങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി. ഇനി ഇതിന് കുറച്ചും കൂടി വലിയ സൈസിലുള്ള കുബൂസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഒരു കുബൂസിനെ രണ്ടായിട്ട്, നേരെ പകുതി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 ചെറിയ ഷവർമയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള ഷവർമ കിട്ടും. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലൊരു ട്രീറ്റാണ്. വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ മയണൈസൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഹെൽത്തി അല്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഇതുപോലെ ഒരു ചെറിയ അളവിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.